നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ കൈത്താങ്ങിൽ ആശ്വസിച്ചിരിക്കുകയാണ് ഗൾഫ് മേഖല. അങ്ങനെ ലോകം ഫിഫ ലോകകപ്പ് ആരവത്തിൽ ഉന്മാദിക്കുമ്പോൾ ഖത്തറിന് ആശ്വാസമായി ഇന്ത്യ. അങ്ങനെ ഖത്തർ ലോകകപ്പിന്റെ ആരവങ്ങളിലേക്ക് ആവേശത്തിലേക്കും പ്രവേശിക്കുമ്പോൾ അഭിമാന നേട്ടവുമായി തമിഴ്നാട്ടിലെ നാമക്കൽ. ഫുട്ബോളിനെ നെഞ്ചേറ്റി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഖത്തറിലെത്തുമ്പോൾ ഫുട്ബോൾ പ്രേമികൾക്ക് ഭക്ഷണം ഒരുക്കുന്നതിന് 5 കോടി കോഴിമുട്ടകളാണ് തമിഴ്നാട്ടിലെ നാമക്കൽ കോഴി ഫാമുകളിൽ നിന്ന് കയറ്റുമതിക്കായി തയ്യാറാകുന്നത്. 2 കോടി മുട്ടകളാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കയറ്റി അയച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. 2023 ജനുവരി വരെ മുട്ട കയറ്റുമതി തുടരുകയും ചെയ്യും. ഇന്ത്യയിലെ കോഴിമുട്ടയുടെ കാലാവധി 6 മാസത്തിൽ നിന്ന് 3 മാസമായി തീരുമാനിച്ചതോടെ പ്രതിസന്ധിയിലായിരുന്ന കോഴി ഫാം ഉടമകൾക്ക് ഇതോടെ ആശ്വാസമായി. ഫുട്ബോൾ പ്രേമികൾക്ക് ഖത്തർ ലോകകപ്പ് നൽകുന്ന അതേ ആവേശമാണ് കോഴി കർഷകർക്കും നൽകിയിരിക്കുന്നത്. അതായത് നേരത്തെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പക്ഷിപ്പനി ബാധിച്ചതോടെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി ഇന്ത്യയിൽ നിന്ന് മുട്ട വാങ്ങുന്നത് ഗൾഫ് രാജ്യങ്ങൾ കുറയ്ക്കുകയും ചെയ്തിരുന്നു. ലോകകപ്പ് അടുത്തെത്തിയതോടെ മുട്ട കയറ്റുമതിയിലെ മുൻനിര രാജ്യങ്ങളിലൊന്നായ തുർക്കി കഴിഞ്ഞ മാസം മുട്ടയുടെ വില 2 ഇരട്ടി വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇതോടെയാണ് വീണ്ടും ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യൻ വിപണിയെ ആശ്രയിക്കുന്നത്. USA അടക്കമുള്ള വിപണികൾ വില കുറച്ചു നൽകുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. എങ്കിലും 2007-2008 വർഷങ്ങൾ തമിഴ്നാട്ടിലെ നാമക്കലിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളായ ഒമാൻ, കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ ഉൾപ്പെടെ 11 രാജ്യങ്ങളിലെയും ആഫ്രിക്ക, അഫ്ഗാൻ എന്നിവിടങ്ങളിലേക്കും 15 കോടി മുട്ടകൾ വരെ കയറ്റുമതി ചെയ്തിരുന്നു. എന്നാൽ പെട്ടെന്ന് കോഴിമുട്ടയുടെ കാലാവധി 6 മാസത്തിൽ നിന്ന് 3 മാസമായി കുറച്ചതോടെ കയറ്റുമതി കുറയുകയും ഇതോടെ കോഴി ഫാം ഉടമകൾ പ്രതിസന്ധിയിലാവുകയും ചെയ്യുകയായിരുന്നു. തമിഴ്നാട്ടിലെ നാമക്കല്ലിലെ നേട്ടം കേരളത്തിന് സ്വന്തമാക്കാൻ സാധിക്കില്ല. കേരളത്തിന് ആവശ്യമായ മുട്ട ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് തമിഴ്നാട്ടിലാണ്. ഉപഭോഗത്തിന്റെ വളരെ കുറവ് മാത്രമാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ചെറുകിട ഹൈടെക് കോഴി വളർത്തൽ മാത്രമുള്ള കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ മുട്ട ഉൽപാദന വിപണനവും സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ലാഭകരമായി കോഴി വളർത്തൽ സാധിക്കാത്തത്. അതുകൊണ്ട് കോഴി വളർത്തൽ ലാഭമാക്കാൻ ബുദ്ധിമുട്ടേണ്ടി വരും. ഒരു മുട്ട വളരെ തുച്ഛമായ ലാഭത്തിലാണ് ഇവർക്ക് നൽകുക. എന്നാൽ വലിയ ഉൽപാദനമുള്ളതിനാൽ നല്ല ലാഭം നേടാൻ സാധിക്കുകയും ചെയ്യുന്നു. ഫാമിലെ ഭക്ഷണം നൽകലും മുട്ട ശേഖരണവും വൃത്തിയാക്കലുമെല്ലാം വളരെ ചെറിയ അധ്വാനത്തിൽ മാത്രം നടക്കുന്നു. അതുപോലെ കൂലിച്ചിലവും തീറ്റച്ചിലവും കുറവാണ്. എന്നാൽ തന്നെയും പ്രതിസന്ധിയിലായ ഖത്തറിന് കൈത്താങ്ങായി തമിഴ്നാട് രംഗത്തെത്തിയതോടെ ആവേശം ഇരട്ടിയായി. ഇനി ലോകകപ്പ് മത്സരങ്ങൾ ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആരാധകർ ഒന്നടങ്കം ഒരുങ്ങിക്കഴിഞ്ഞു ലോകകപ്പിനെ വരവേൽക്കാൻ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ കൈത്താങ്ങിൽ ആശ്വസിച്ചിരിക്കുകയാണ് ഗൾഫ് മേഖല.